മോഹൻ വർഗീസ്, ഇവിടെ നമ്മളെ വസന്ത് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾക്ക് ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഓരോ അജണ്ടയുണ്ട്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയായി മത്സരിച്ചു ചില സംസ്ഥാനങ്ങളിൽ ഒഴികെ. പക്ഷേ അത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ മുഖങ്ങളുള്ള സംസ്ഥാനങ്ങൾ മമതാ ബാനർജി അവിടെ പരാജയപ്പെടുത്തുന്നു, അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിൽ BJPയെ പരാജയപ്പെടുത്തുന്നു. അത്തരത്തിലുള്ള ആളുകൾ ഉള്ളപ്പോൾ എന്തിന് ഒരു സഖ്യം? അപ്പോൾ ആ സഖ്യമില്ലാന്നിട്ട് പോലും BJPക്ക് പരാജയം സംഭവിക്കുമ്പോൾ സഖ്യമുണ്ടാകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട്. അങ്ങനെ ആ തരത്തിലുള്ള ചിന്ത കൂടി ഉണ്ടാകുന്നു. ഈ ഒരു അജണ്ട, ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഇനിയും ഇത്തരത്തിൽ അവർ പ്രായോഗികമാക്കാനുള്ള ശ്രമങ്ങളാകും മുന്നോട്ട് കൊണ്ടുപോകാൻ സംശയമില്ല. കാരണം സഖ്യമുണ്ടാകാത്ത സംസ്ഥാനങ്ങൾ കേരളവും ബംഗാളും പഞ്ചാബും ഒക്കെ അവരുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോഴും വിജയം ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ പോലും BJP എതിർക്കുന്നവർക്കുണ്ടാകുന്നു എന്നതല്ലേ പ്രധാനം? അങ്ങനെ നമുക്ക് കാണാം ശ്രീ രഞ്ജിത്ത്. പക്ഷേ ഇന്ത്യ മുന്നണിയെ നമ്മൾ കുറച്ചുകൂടി അടുത്ത് മനസ്സിലാക്കിയാൽ അതിനൊരു മുൻ രൂപമില്ല. ഒരിക്കൽ പോലും ഈ രീതിയിൽ ഒരു കോalition ഉണ്ടായിട്ടില്ല. പല മുന്നണി സംവിധാനങ്ങളും ഭാരതം പരീക്ഷിച്ചിട്ടുണ്ട്, സംസ്ഥാന തലത്തിൽ പരീക്ഷിച്ചിട്ടുണ്ട്, ദേശീയ തലത്തിൽ വിജയിച്ച മുന്നണികളും പരാജയപ്പെട്ട മുന്നണികളും ഉണ്ട്. പക്ഷേ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ഓപ്പറേഷണൽ സിസ്റ്റം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ദേശീയ തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി റെപ്രസെന്റ് ചെയ്യുന്ന ചില ചിന്താധാരകൾക്ക് ഒരു തടയിടാൻ വേണ്ടി ഒരു ബാലൻസിങ് ഫാക്ടർ എന്ന നിലയിൽ യോജിക്കാവുന്ന പരമാവധി മേഖലകളിൽ യോജിക്കുകയും എന്നാൽ യോജിക്കാനാവാത്ത ഇടങ്ങളിൽ, പ്രത്യേകിച്ച് കേരള സംസ്ഥാനം പോലെയുള്ള, ബംഗാൾ പോലെയുള്ള, പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി പരസ്പരം മത്സരിക്കുകയും ചെയ്യുക എന്ന ഒരു മുൻധാരണ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഏകശിലാ സംവിധാനം എന്ന നിലയിൽ എല്ലാ പാർട്ടികളും ഏകോദര സഹോദരങ്ങളെ പോലെ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന ഒരു നിർബന്ധ ബുദ്ധി ആ പാർട്ടിക്കില്ല. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമായും സംസ്ഥാന തെരഞ്ഞെടുപ്പുകളെ ഓരോ സംസ്ഥാനത്തെയും വ്യത്യസ്തമായും കാണുന്ന ഒരു സമീപനമാണ് ഇന്ത്യ മുന്നണി സ്വീകരിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു സിംഗിൾ പർപ്പസ് പാർട്ടിയാണ്. ഇപ്പോൾ എന്ത് വില കൊടുത്തും BJPയുടെ ഒരു നേർവാഴ്ച അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം എന്ന് പറയുന്നത് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. അതിൽ ഭാഗികമായി ഇന്ത്യ മുന്നണിക്ക് സക്സീഡ് ചെയ്യാൻ കഴിഞ്ഞു. ഒരുപക്ഷെ കുറച്ചുകൂടി കൺസോളിഡേറ്റ് ചെയ്യപ്പെടാം. അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ ഈ രാഷ്ട്രീയം പെട്ടെന്ന് മാറി ശരിയാണ്. പക്ഷെ 5 വർഷത്തിനുള്ളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. കാരണം BJPയുടെ വൾനറബിലിറ്റി അല്ലെങ്കിൽ അത് ഇൻവിൻസിബിൾ അല്ല എന്ന ഒരു ധാരണ ഇന്ത്യയുടെ ജനസാമാന്യത്തിന്, പ്രത്യേകിച്ച് വോട്ടർമാർക്ക് തോന്നി എന്ന് നമ്മൾ സ്വതന്ത്രമായി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് BJP പരാജയപ്പെടുത്താനാവും. എന്നാൽ ഒരു കേവലം 2-3 മാസം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല പൊതുധാരണ. അതുകൊണ്ട് ഈ ഒരു രൂപപ്പെട്ടു വരുന്ന പൊതുധാരണയെ കുറച്ചുകൂടെ ദൃഢമാക്കി ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ സംസ്ഥാന തലങ്ങളിൽ ചില വൈജാത്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ദേശീയ തലത്തിൽ സാധിക്കും എന്നതിന്റെ ഒരു ഉദാഹരണമാണ്. ഇവിടെ നോക്കൂ, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന 13 സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ വളരെ പ്രായോഗികമായിട്ട് തന്നെയാണ്. ബംഗാളിലെ കാര്യം നോക്കൂ, അവിടെ 4 സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഈ 4 ഇന്ത്യ മുന്നണി പ്രസക്തമായിരുന്നില്ല. തൃണമൂൽ ഒറ്റയ്ക്ക് മത്സരിച്ചു, BJP ഒറ്റയ്ക്ക് മത്സരിച്ചു, കോൺഗ്രസും ഇടതുപക്ഷവും ചേർന്ന് മത്സരിച്ചു. അവർ മത്സരിക്കാതെ ഇരുന്നില്ല. തൃണമൂലിന് ഒരു കൈ സഹായം ഞങ്ങൾ ചെയ്തു തരാം, BJP എതിർക്കാൻ അവരാണ് ബംഗാളിൽ നല്ലത്, അതുകൊണ്ട് ഞങ്ങൾ ഒരു കൈ സഹായം ചെയ്യാം എന്ന് കോൺഗ്രസോ ഇടതുപക്ഷമോ വിചാരിച്ചില്ലല്ലോ. അവർ അവരുടെ ഒരു സ്പേസിന് വേണ്ടി അവരവിടെയും മത്സരിച്ചു. പക്ഷെ തൃണമൂൽ എന്ന നിലയിൽ തന്നെയാണ് ജയിച്ചത്. ഇന്ത്യ മുന്നണിക്ക് ബംഗാളിൽ ജയിച്ച ആ 4 സീറ്റിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ആവില്ല. അതുപോലെ പഞ്ചാബിൽ മത്സരിക്കുന്നത് ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടിക്കും ആം ആദ്മി പാർട്ടിക്കും പഞ്ചാബിൽ മുന്നണിയായി ചേർന്ന് മത്സരിക്കാനാവില്ല. അങ്ങനെ മത്സരിച്ചാൽ പ്രതിപക്ഷ സ്പേസ് BJP കൊണ്ടുപോകും എന്ന ഒരു പേടിയായിരിക്കാം ഒരുപക്ഷെ. അത് മാത്രമല്ല, പ്രബലമായ 2 കക്ഷികൾ കോൺഗ്രസ് പാർട്ടിയും ആം ആദ്മി പാർട്ടിയുമാണ്. കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ദേശീയ തലത്തിൽ നമ്മൾ കണ്ടു 13 ലോക്സഭാ സീറ്റുകളിൽ 8 കോൺഗ്രസിനാണ് നേടാനായത്, 3 മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് നേടാനായത്. ഇവിടെ BJPയുടെ പ്രസൻസ് വളരെ കുറവാണ്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും BJPയെ വളർത്താൻ ഈ 2 കക്ഷികളും അനുവദിക്കില്ല. അതുകൊണ്ട് പരസ്പരം മത്സരിക്കാം. ഇനി കേരളത്തിലേക്ക് തന്നെ വരും. കേരളത്തിൽ UDF സംവിധാനവും LDF സംവിധാനവും ഒരുമിച്ച് മത്സരിക്കുന്നു എന്ന് കരുതുക. അങ്ങനെ സംഭവിക്കില്ല. അവരുടെ താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്. അങ്ങനെ സംഭവിച്ചാൽ BJP ആയിരിക്കും ഏറ്റവും കൂടുതൽ വളരുന്നത്. കാരണം BJPക്ക് ആ ഒരു സിംഗിൾ ഓപ്പോസിഷൻ സ്പേസിലേക്ക് ഇന്ത്യയിലേക്ക് ഇറങ്ങി നിൽക്കാൻ കഴിയും. ആ അവസരം ഒഴിവാക്കേണ്ടതുണ്ട്. ഇതുകൊണ്ടാണ്
രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ, അതത് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയണം. അങ്ങനെ തന്നെയാണ് ഇന്ത്യ മുന്നണി പ്രവർത്തിക്കുന്നത്. ഇനി ബീഹാറിലേക്ക് ഒന്ന് വരൂ. ഇത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചത് ബീഹാറിലെ തെരഞ്ഞെടുപ്പാണ്. ആ ബീഹാറിലെ ഒരു സീറ്റിൽ മാത്രമാണ്, ഒരു നിയമസഭാ സീറ്റിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ മാത്രമാണ് ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയുടെ ഒരു കൊഹിസീവ് അഡ്ഹസീവ് ഇഫക്റ്റ് പരിശോധിക്കപ്പെടേണ്ടിയിരുന്നത്. പക്ഷെ അവിടെ ഇന്ത്യ മുന്നണി 3ാം സ്ഥാനത്തായി. രാഷ്ട്രീയ ജനതാദളിന് വേണ്ടി, അതായത് ലാലു പ്രസാദ് യാദവിന്റെയും തേജസ്വി യാദവിന്റെയും പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചത് ഭീമാ ഭാരതി എന്ന ലേഡിയാണ്. ഭീമാ ഭാരതിയുടെ പൂർവാശ്രമം എന്ന് നോക്കിയാൽ അവർ ജനതാദളിൽ നിന്നും വരുന്ന ആളാണ്. ജനതാദൾ യുണൈറ്റഡ് നിതീഷ് കുമാറിന്റെ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു വന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RJDക്ക് വേണ്ടി മത്സരിച്ച് 8 നിലയിൽ പൊട്ടിയ ആളാണ്. അത് പപ്പു യാദവാണ് ജയിച്ചത് പൂർണിയ മണ്ഡലത്തിൽ. അവിടെ ജനങ്ങൾ ഓടിച്ചിട്ട് തോൽപ്പിച്ച ആളെ തന്നെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ നിർത്തി ജയിപ്പിക്കാൻ RJD കാണിച്ച സാഹസം, അവിടെ കോൺഗ്രസ് പാർട്ടിയും മറ്റ് ഘടകകക്ഷികളും എല്ലാം തന്നെ ഭീമാ ഭാരതിയുടെ പിന്നിലാണ്. പക്ഷെ ഭീമാ ഭാരതിക്ക് നാണം കെട്ട തോൽവിയാണ് ഇവിടെ സംഭവിച്ചത്. 3ാം സ്ഥാനത്തേക്ക് പോയി. സ്വതന്ത്ര സ്ഥാനത്ത് ജയിച്ചു വന്നു. BJP 2ാം സ്ഥാനത്തായി. ഭീമാ ഭാരതി എന്ന ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രാഷ്ട്രീയ സദാചാരത്തിന് വളരെ വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ ആ രാഷ്ട്രീയ സദാചാരം ഇല്ലാത്ത പ്രവർത്തനം BJP കാട്ടിയാലും ഇന്ത്യ മുന്നണിയിലെ ഏതെങ്കിലും ഘടകകക്ഷി കാട്ടിയാലും അതിന് വിയോജിപ്പുണ്ട്. പക്ഷെ ബംഗാളിലെ മാത്രം നമ്മൾ മാറ്റി നിർത്തുക, അത് മമതാ ബാനർജിയുടെ വ്യക്തിപരമായ ഒരു മേൽക്കോയ്മയും വിജയവും തന്നെയായി നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ മൊത്തത്തിലെ കെട്ടുറപ്പ് പരിശോധിക്കാൻ പര്യാപ്തമായ ഒരു തെരഞ്ഞെടുപ്പേ ആയിരുന്നില്ല ഇത്. പക്ഷെ ഇന്ത്യ മുന്നണിയുടെ ഓപ്പറേഷൻ സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ വ്യക്തമായ ധാരണകൾ ലഭിക്കുന്നു. പ്രാദേശികമായ അറേഞ്ച്മെന്റിൽ ഇങ്ങനെ പോകാനേ പറ്റൂ. എന്നാൽ അത് മതിയാകും ഒരുപക്ഷെ BJPയെ ഒരുപക്ഷെ തളച്ചിടാൻ അത് മതിയാകും എന്ന ഒരു ധാരണ ഇപ്പോൾ ഘടകകക്ഷികൾക്കുണ്ട്. അതുകൊണ്ട് ഒന്നിക്കാവുന്ന, ഒരുമിക്കാവുന്ന എല്ലാ അവസരങ്ങളിലും അവർ BJPക്കെതിരെ കൈകോർത്ത് നിൽക്കുകയും എന്നാൽ പരസ്പരം പോരാടേണ്ട ഇടങ്ങളിൽ മാത്രം പരസ്പരം പോരാടുകയും ചെയ്യുക എന്ന ഒരു ധാരണ ഇന്ത്യ മുന്നണി കക്ഷികൾക്കിടയിൽ രൂപപ്പെട്ടു വരുന്നു എന്നാണ് ഞാൻ കാണുന്നത്. അതൊരുപക്ഷെ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരമാണ് ഉണ്ടാകുന്നത്. കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധമുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് ഉണ്ടാകുന്നത്. അത് ജനാധിപത്യത്തിന് നല്ലതാണ്. ഒരു പ്ലൂറലിസ്റ്റ് പോളിറ്റിയിൽ വളരെ നല്ലതാണ്. അത് ആരോഗ്യപരമായി കാലുമാറ്റവും കൂറുമാറ്റവും കുതികാൽവെട്ടുകളും ഇല്ലാതെ കുറച്ചുകൂടെ ആരോഗ്യമായി അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് അത് വളരെ വലിയ മുതൽക്കൂട്ടാകും. അങ്ങനെ ഒരു തന്ത്രം പയറ്റി ആ തരത്തിൽ ഈ